അടുത്തതായി നടക്കാൻ പോകുന്ന 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ യോഗ്യതാ മത്സരങ്ങളിൽ ഇസ്രയേൽ ഫുട്ബോൾ ടീമിനോട് മത്സരിക്കാനില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് നോർവീജിയൻ ഫുട്ബോൾ അസോസിയേഷൻ. ഗാസയിലെ ജനങ്ങളോടുള്ള ഇസ്രയേൽ ഭരണകൂടത്തിൻ്റെ കൊടും ക്രൂരതകൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും ഈ വിഷയത്തിൽ നിസ്സംഗത പാലിക്കാൻ ഇനി സാധിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് 2026 യൂറോപ്പിലെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ നോർവീജിയൻ ദേശീയ ഫുട്ബോൾ ടീം ഇസ്രയേലിനെതിരെ മത്സരിക്കില്ലെന്ന് അറിയിച്ചിരിക്കുന്നത്. 2026 ലോകകപ്പിലെ യോഗ്യതാ മത്സരങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരേ ഗ്രൂപ്പിലാണ് വരുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇസ്രയേലിനെതിരായ യോഗ്യതാ മത്സരം കളിച്ചതിന് ശേഷമാണ് നോർവീജിയൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ലിസ ക്ലേവ്നസ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രായേലിന് തക്കതായ ശിക്ഷകൾ നൽകാൻ നോർവീജിയൻ ഫുട്ബോൾ ഫെഡറേഷൻ അന്താരാഷ്ട്ര ഫുട്ബോൾ ബോഡികളിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇസ്രയേലിനെതിരെ മത്സരിക്കാതെ നോർവീജിയൻ സർക്കാരിൻ്റെ നിലപാടിനെ ഫുട്ബോൾ ഫെഡറേഷനും പിന്തുണക്കുകയാണ്. കൂടാതെ ഗസയിലെ നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഗാസയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാധാരണ ജനങ്ങൾക്ക് നേരെയുള്ള ഇസ്രയേലിൻ്റെ അതിക്രൂരമായ ആക്രമണങ്ങളിൽ ഞങ്ങൾക്ക് ആർക്കും നിസ്സംഗത പാലിക്കാൻ കഴിയില്ല എന്നും ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ലിസ് ക്ലേവ്നസ് ഒരു പ്രസ്താവനയിൽ പറയുന്നു. ഗാസയിലെ നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെയുള്ള ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾ ഉടനടി നിർത്തലാക്കാനുള്ള നോർവീജിയൻ സർക്കാരിൻ്റെ ആഹ്വാനത്തെ ഫുട്ബോൾ ടീം പിന്തുണക്കുന്നതായും ക്ലേവ്നസ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള ആഹ്വാനങ്ങളിൽ ഫുട്ബോൾ അസോസിയേഷൻ സജീവമായി ഇടപെടൽ നടത്തുന്നതായും അവർ അറിയിച്ചു. ഇസ്രയേൽ ഇപ്പോഴും യുവേഫ മത്സരങ്ങളുടെ ഭാഗമാണ്. ഞങ്ങൾ ഈ വിഷയം പരിശോധിച്ചു വരികയാണ്. ഫിഫ, യുവേഫ, നോർവീജിയൻ ഭരണകൂടം എന്നിവരുമായി ചേർന്ന് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ക്ലേവ്നസ് പറഞ്ഞു. 2026 മാർച്ച് 25-നും ഒക്ടോബർ 11-നുമാണ് ഇസ്രയേലും നോർവേയും തമ്മിലുള്ള മത്സരങ്ങൾ നിശ്ചയിച്ചിരുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിൽ പലസ്തീനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് എല്ലായ്പ്പോഴും നോർവേ സ്വീകരിച്ചിരുന്നത്. 1967 മുമ്പുള്ള അതിർത്തികളെ അടിസ്ഥാനമാക്കി പലസ്തീനിൻ്റെ രാഷ്ട്ര പദവി ഔപചാരികമായി അംഗീകരിച്ച ഒരു രാജ്യമാണ് നോർവേ. ഗാസയിലെ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് നോർവേ പലപ്പോഴും ആഹ്വാനം ചെയ്തിരുന്നു. അതിനാൽ തന്നെ നോർവേയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വഷളായ അവസ്ഥയിലുമായിരുന്നു. നോർവേയുടെ ഈ പ്രതിഷേധത്തിലൂടെ ലോകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചുറ്റിനുമുള്ള അറബ് രാജ്യങ്ങൾ പോലും പലസ്തീൻ വിഷയം ചൂണ്ടിക്കാട്ടി ഇസ്രയേലിനെ പൂർണ്ണമായും ബഹിഷ്കരിക്കാത്ത ഈ സാഹചര്യത്തിൽ സ്കാൻഡിനേവിയൻ രാജ്യമായ നോർവേ അതിന് തയ്യാറായി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനതയോടുള്ള ഐക്യദാർഢ്യമാണ് നോർവേ ഇപ്പോൾ ശക്തമായി പ്രകടിപ്പിക്കുന്നത്.